മാധ്യമങ്ങൾ വാർത്ത നൽകണം, അത് നിങ്ങളുടെ കടമയാണ്. പക്ഷേ പച്ച നുണകൾ മാത്രം കോർത്തെടുത്ത് കൊടുക്കാൻ നാണമുണ്ടോ എന്ന കൈരളി റിപ്പോർട്ടറെ നോക്കി മന്ത്രി KM ഷാജി ചോദിച്ചതോടെ അയാളുടെ കാറ്റുപോയി. ഇറങ്ങി ഓടാനുമല്ല അവിടെ നിൽക്കാനുമല്ല എന്ന സ്ഥിതിയിലായി. മാനവും മര്യാദയുമുള്ള ആളാണെങ്കിൽ ആ സ്ഥാപനത്തിലെ പണി തന്നെ അങ്ങ് മതിയാക്കുമായിരുന്നു. ഏതായാലും പഴയ ഷാജി അല്ലാത്തത് കൈരളിക്കാരൻ്റെ ഭാഗ്യം. പുതിയ ഷാജി മന്ത്രി എന്നുള്ള നിലയിൽ അല്പം ആത്മസംയമനം പാലിച്ചതുകൊണ്ട് കൈരളിക്കാരന് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. അല്ലെങ്കിൽ ഇത്രയും അസത്യം നിറഞ്ഞ വാർത്തകൾ കൊടുത്താൽ ആരും പ്രതികരിക്കും. കൈരളിയുടെ സ്വഭാവം അറിയുന്നത് കൊണ്ട് വെറുതെ വിട്ടു. അതായത് മന്ത്രി KM ഷാജി ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ആളായി എന്നാണ് കൈരളിക്കും സഖാക്കൾക്കും വരുത്തി തീർക്കേണ്ടത്. അതിന് പാകത്തിലുള്ള ചോദ്യം തയ്യാറാക്കി AKG സെൻറ്ററിൽ നിന്നും വിട്ടതായിരിക്കാം ഈ റിപ്പോർട്ടറെ. പക്ഷേ പോകുന്നയാൾക്കും അത് ഷാജി എന്നുള്ളൊരു ബോധ്യം വേണമായിരുന്നു. പറഞ്ഞതുപോലെ ചോദിച്ചു. എന്നാൽ ഷാജി വളരെ മാന്യതയോടെയാണ് സംസാരിച്ചത്. PM ആവാസ് യോജന പ്രകാരം നിർമ്മിക്കുന്ന വീടുകളിൽ കേന്ദ്ര സർക്കാർ എംബ്ലം വെക്കുന്നതിൽ തെറ്റില്ല എന്നാണ് മന്ത്രി KM ഷാജി വ്യക്തമാക്കിയത്. വീടുകളിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കുമെന്ന് താൻ പറഞ്ഞിട്ടേയില്ല. മോദിയുടെ ഫോട്ടോ വെച്ചാണ് ഷാജിയുടെ വീട് ദാനമെന്നും ഫോട്ടോ വെക്കുന്നത് ഷാജി പറഞ്ഞത് എന്നൊക്കെയാണ് പ്രചരണം നടത്തിയത്. എന്നാൽ സത്യത്തിൽ ആ കേന്ദ്ര എംബ്ലത്തിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ എവിടെയുമില്ല. ഇതുവരെ നിർമ്മിച്ച വീടുകളിലെ എംബ്ലത്തിൽ ഒന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോ വച്ചിട്ടേയില്ല. എങ്കിലും PMAY പദ്ധതി പ്രകാരം കിട്ടുന്ന വീടുകളിൽ കേന്ദ്രത്തിൻ്റെ ഒരു എംബ്ലം ഉണ്ട്, അത് മാത്രം വെക്കണം എന്നത് നിബന്ധനയാണെന്നും മന്ത്രി പറയുകയും ചെയ്തു. അതാണ് വളച്ചൊടിച്ചത്. എന്നിട്ടും കൈരളിക്കാരന് തൃപ്തിയാകുന്നില്ല. അയാൾക്ക് മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോലുമല്ല, അങ്ങനെയുള്ളൊരു ഓർമ്മ പോലുമില്ലായിരുന്നു. ഏതോ പാകിസ്ഥാൻകാരനെ പോലെയാണ് സംസാരിച്ചത്. മന്ത്രി ഷാജി നല്ല അറിയുന്ന ഭാഷയിൽ കാര്യം പറഞ്ഞു കൊടുത്തു. 1 ലക്ഷത്തിലേറെ പേർക്ക് വീട് കിട്ടുന്നൊരു കാര്യമാണിത്. ആവശ്യമില്ലാത്ത കപട ആദർശം പറഞ്ഞ് അതിനെ തടയാൻ പറ്റില്ല. എന്തിനാണ് ആളുകളുടെ വയറ്റത്തടിക്കുന്നത് എന്നാണ് കൈരളിക്കാരനോട് മന്ത്രി ചോദിച്ചത്. EMS ഭവന പദ്ധതി വിഭാവനം ചെയ്തവരാണ് CPMകാർ. അവരാണിപ്പോൾ കേന്ദ്രത്തിൻ്റെ PMAYയെ എതിർക്കുന്നത്. ദൂർത്തടിച്ചും കൊള്ളയടിച്ചും കേരളത്തെ പിണറായി വിജയൻ നശിപ്പിച്ചപ്പോൾ 5ൻ്റെ നയാ പൈസ ഇല്ലാതെ സംസ്ഥാന വീതം കൊടുക്കാനില്ലാത്തത് കൊണ്ടാണ് PMAY പോലുള്ള പദ്ധതിയിൽ നിന്നും ഇടത് സർക്കാരിന് പിന്മാറേണ്ടി വന്നത്. അല്ലാതെ പാവങ്ങളുടെ വയറ്റത്തടിച്ചിട്ട് പിന്നീട് പറയുന്നത് പോലെ നട്ടാൽ കുരുക്കാത്ത പച്ചക്കള്ളമാണ് പറഞ്ഞത്. അതായത് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഉള്ളത് കൊണ്ടാണ് പിന്മാറിയത് എന്ന കള്ളം പറഞ്ഞാണ് ഇടത് സർക്കാർ അതിനെ ന്യായീകരിച്ചത്. ആ വാദം നുണയാണെന്നും KM ഷാജി തെളിയിച്ചിരിക്കുന്നു. അതോടെ കൈരളിക്കാരൻ്റെ എല്ലാ കാറ്റും പോയിരുന്നു. നമുക്ക് ഷാജിയുടെ ആ കിടിലൻ വീഡിയോ കണ്ടു നോക്കാം. നിങ്ങൾ ഇതങ്ങ് നമുക്ക് നോക്കിയിട്ട് പോകാമല്ലോ. ഏതായാലും ബാക്കിയുള്ളവർ പോയാലും നമുക്ക് സംസാരിക്കാമല്ലോ. നിങ്ങളിത് ഈ എംബ്ലത്തിന് പുറത്ത് ഇത് ഞാനതിൻ്റെ മിനിസ്റ്ററാണ്. ഈ എംബ്ലത്തിൻ്റെ പുറത്ത് ഇതിങ്ങനെ നോക്കിയാൽ ആരെയും കാണുന്നുണ്ടോ? ഏതെങ്കിലും പ്രധാനമന്ത്രി മുഖ്യമന്ത്രിനെ തോന്നുന്നുണ്ടോ? ഇത് തുടരുന്നല്ല. 1,60,000 നിങ്ങൾ കൈരളിയുടെ സർക്കാർ കൊടുത്തു കഴിഞ്ഞ തവണ. ഉണ്ട്, ഉറപ്പുണ്ട്. ആർക്ക് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നാട്ടുകാർക്ക് അറിയാമല്ലോ. സർക്കാർ കഴിഞ്ഞ 10 കൊല്ലത്തെ സർക്കാർ സ്പോൺസർമാരാണ് കൈരളി. നിങ്ങൾ സർക്കാരിൻ്റെ ചെലവിൽ ജീവിക്കുന്ന ഞങ്ങൾ ആരോപണം ഉന്നയിക്കുന്നു. നിങ്ങൾ പറഞ്ഞോളി, എന്താ പ്രശ്നം? ഇടതുപക്ഷ സർക്കാരിൻ്റെ CPMൻ്റെ ഔദ്യോഗിക ചാനലാണ് കൈരളി. ഞങ്ങൾ കാണുന്ന അങ്ങനെ തന്നെയാണ്. വേറെ ആര് ചോദിക്കുന്ന പോലെയല്ല ഞാൻ പറയണത്. ഞങ്ങൾക്കുണ്ടോ ചാനൽ? ഏതെയുണ്ടോ ചോദിക്കുക. ഞങ്ങളുണ്ടോ? ഞങ്ങൾക്ക് ഏതെയുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞു. ഇതിലേതെങ്കിലും ചാനൽ നമ്മളതുണ്ടോ? വടി ഇല്ലല്ല. അപ്പോൾ ഞങ്ങൾ ഇല്ലാത്ത കൈരളിയല്ല. പാർട്ടിയൊക്കെ നല്ലതാണ്, എല്ലാവർക്കും പറയും. എനിക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. പക്ഷെ നുണ പറയരുത്. നുണ. ഞാൻ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കുന്ന എംബ്ലം എന്ന് പറഞ്ഞിട്ടില്ല മിസ്റ്റർ. പറയാതെ നിങ്ങൾ എന്നെ കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് കൊടുക്കുക, കൈരളിക്ക് പിന്നെ കൊടുക്കുക. അതുകൊണ്ട് ഞാൻ വിടുന്നു. ആ വീട്ടിൽ നിന്ന് കാണിച്ചു ഒന്ന് അപ്ലൈ ചെയ്യും പ്ലീസ്. ഇപ്പം തന്നെ അപ്ലൈ ചെയ്യും. ഷാജിദിൽ മോഡിയുടെ പടമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നു. യഥാർത്ഥത്തിൽ പണമില്ലാത്തതുകൊണ്ട് പിന്മാറി. അതാണ് വസ്തുത. ഒന്ന് വീഡിയോ ഒന്ന് പ്ലീസ്. അതെ അതിനകത്ത് പറയും. അതിന് പ്രധാനമന്ത്രി ഉണ്ടാവും. ഞാനാ കണ്ട വീഡിയോ. അത് ഇദ്ദേഹം ചോദിച്ചു. റിപ്പോർട്ടറിൻ്റെ ചാനൽ പിന്നെ ലേഖകനോട് ചോദിച്ചു ഇതേ ചോദ്യം. അതിനെ ഉത്തരം പറഞ്ഞു. പ്രധാനമന്ത്രി സുഹൃത്ത് ഞങ്ങളോടല്ല പറയണത്. എനിക്ക് ഇല്ല, ഞാൻ അങ്ങനെ ഒരു വാക്ക് പ്രയോഗിച്ചിട്ടില്ല. ആ വാക്ക് ഞാൻ പ്രയോഗിക്കുകയില്ല.
കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കുള്ളതുപോലെ തന്നെ അത്തരം ഒരു രാഷ്ട്രീയ സമീപനം എനിക്കുണ്ട്. വ്യത്യസ്തമായിരിക്കാം, നിങ്ങൾ പറഞ്ഞ ഞാൻ പറഞ്ഞ വ്യത്യാസം ഉണ്ടാവും, പക്ഷേ എനിക്ക് ആ രാഷ്ട്രീയ സമീപനമുണ്ട്. അതെല്ലായിടത്തോളം ഞാൻ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കുന്ന പ്രശ്നമല്ല. ഒരു മനുഷ്യൻ്റെ ആത്മാഭിമാനത്തെ ഇല്ലാതാക്കുക, അങ്ങനെയാണ് EMS പദവനത്തിന് എൻ്റെ പേര്, എൻ്റെ അഭിപ്രായം. EMS ഭവന പദ്ധതി എന്ന് പറഞ്ഞിട്ട് ആ ഒരു മനുഷ്യൻ അതിൻ്റെ EMSൻ്റെ പേരിൽ EMS ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ നാട്ടിൽ അർഹതപ്പെട്ട ഒരാൾ വീട് വാങ്ങുമ്പോൾ അയാൾ ജീവിതകാലം മുഴുവൻ EMSൻ്റെ പേരും വെച്ച് ആ വീട്ടിൽ കിടന്നുറങ്ങണം എന്ന് പറയുന്നത് മോശമാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതുപോലെ തന്നെയാണ് അതേസമയത്ത് മുൻ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ കൊടുക്കാം, പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ കൊടുക്കാം. പക്ഷേ പ്രധാനമന്ത്രിയുടെയോ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട VD സതീശൻ്റെയോ അതല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെയോ ഫോട്ടോ വെച്ചിട്ടല്ല ഒരു വീടും കൊടുക്കേണ്ടതെന്നുള്ളതാണ് ഞാൻ നിൽക്കുന്നത്. അതിൽ പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ പഴയ മുഖ്യമന്ത്രി പറഞ്ഞ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുന്നു. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, അദ്ദേഹം അത് പറഞ്ഞത് അടിസ്ഥാനരഹിതമാണ്. കാരണം ഈ പദ്ധതിയിൽ എവിടെയും 1,00,000, ഞങ്ങളോട് പറയാം, നിങ്ങൾ എന്നോട് തർക്കിക്കാൻ നിൽക്കണ്ട, 1,60,62,000 വീടുകൾ കൊടുത്തു. ആ വീടുകൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ കുടുംബശ്രീയുടെ പിന്നെ സൈറ്റിൽ ഒന്ന് കയറി നോക്കിയാൽ മതി. നിങ്ങൾ പിന്നെ ഇതിൻ്റെ ലൈഫ് മിഷൻ്റെ സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാണാം. അർബൻ ഏരിയകളിൽ ഇത്ര കൊടുത്തു, പിന്നെ 36,000, പിന്നെ 1,28,000 അർബൻ ഏരിയയിലും റൂറൽ ഏരിയയിലും 36,000 വീടും കൊടുത്തു എന്ന് സൈറ്റിലുണ്ട്. ഞാൻ പറയുന്നതല്ല, ആ സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞ സർക്കാരാണ്. ആ വീടുകളിൽ നിങ്ങൾ പോയി നോക്കിയിട്ട് എവിടെയെങ്കിലും പ്രധാനമന്ത്രിൻ്റെ ഫോട്ടോ കാണിച്ചു തരും. നിങ്ങൾ ഈ ലോഗോ വെക്കണം, ഈ ലോഗോ വെക്കണമെന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അത് കൊടുക്കുന്നത് സർക്കാരാണ്. ഈ ലോഗോ നിർബന്ധമായിട്ട് ആ ലോഗോ വെക്കണം എന്ന ഇതാ സർക്കുലർ. ഞാൻ വെറുതെ അല്ലല്ലോ, ഈ സർക്കുലറായി കാണിക്കണം. ഈ സർക്കുലറിൽ പറയുന്നത് നിർബന്ധമായി ലോഗോ വെക്കണം എന്നാണ്. പിന്നെ എൻ്റെ പേരിൽ ഉള്ളത് പറയാന്ന് പൊതുവേ നമ്മൾ പിന്നെ ഞാൻ നാളെ പറഞ്ഞു, നിങ്ങൾക്ക് പിന്നെ മദ്യത്തിൻ്റെ വീര്യം കുറഞ്ഞല്ല പ്രശ്നം, എൻ്റെ വീര്യം കുറഞ്ഞു പോയതാണ്, അല്ലാതെ അതല്ല. പക്ഷേ എന്തിനാ വെറുതെ പറയണത്, നോണ പറയണത് എന്തിനാണ് ആവശ്യമില്ലാതെ. നമ്മൾ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരുന്ന് പറയുമ്പോൾ അതിന് വെറുതെ ഈ കഥകൾ ഇങ്ങനെ പിന്നെന്താ ചെരുപ്പിൻ്റെ വാറ കഴിക്കുമ്പോഴെന്നുള്ള ലോകം സഞ്ചരിക്കുന്നു പറഞ്ഞ മാതിരിയാണ്. എന്തിനാ അത് പറയുന്നത്? അത്രയേ ഉള്ളൂ. മന്ത്രിയായതുകൊണ്ട് വീര്യം ഒന്ന് കുറച്ചതാണോ പൊതുവിൽ? അല്ല, മന്ത്രിയാകുമ്പോൾ നമുക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടും, നമുക്ക് നോക്കാനുള്ള ഒരു പ്രതിപക്ഷവും ഭരണപക്ഷവും ഞാൻ പലവണ പറഞ്ഞു രണ്ട് തരത്തിൽ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. അത് ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യമാണ്. ഒരാൾ പിന്നെ ഭരണത്തിലെത്തുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന ഇഷ്യൂസുകൾ നമ്മൾ എങ്ങനെ പരിഹരിക്കാൻ പറ്റും നോക്കുന്നല്ലാതെ അപ്പോഴും നമ്മൾ വർത്തമാനം പറഞ്ഞ് നടക്കലല്ല നമ്മളുടെ പണി. ഞാൻ LSD വകുപ്പ് നിങ്ങൾക്ക് അറിയാം, കേന്ദ്രത്തിൽ തന്നെ 3 മന്ത്രിമാരാണ് ഇരുന്നത്. നമുക്ക് അത്രയ്ക്ക് ലോഡാണ്. ഇപ്പം നാളെ പിന്നെ ഡൽഹിയിൽ പോയാൽ 3 ദിവസം കഴിഞ്ഞാൽ പിന്നെയും പോകണം. അവിടെ 3 മന്ത്രിമാരുണ്ട്, ഇവിടെ നമുക്കൊരു മന്ത്രിയാണുള്ളത്. അപ്പം ഒരുപാട് അങ്ങനെ പറയണത് വെച്ചാൽ സാധാരണക്കാരനെ തൊടുന്നൊരു വകുപ്പാണ്, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഏൽപ്പിച്ചാൽ നമുക്കത് ചെയ്യുന്നു, അല്ലാതെ അതൊരു ഒളിച്ചോട്ടോ നിലപാടുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകലോ എന്നല്ല. അല്ല, കൂടുതൽ ഉത്തരവാദിത്വം നമ്മൾ കാണിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഏൽപ്പിച്ചു എന്നല്ല. സത്യപ്രതിജ്ഞ ചെയ്തിട്ടല്ല നമ്മൾ ഉത്തരവാദിത്വം ഏൽക്കുന്നത്. ആ റെസ്പോൺസിബിലിറ്റി നിർവഹിക്കാൻ ശ്രമിക്കുന്നു. എത്രത്തോളം കഴിയുന്നുള്ളതൊക്കെ നാളെ പറയേണ്ടതാണ്. ശ്രമിക്കുന്നു.